ഹലോ ഡിയർ ഫ്രണ്ട്സ്, ടാർഗറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ USS എക്സാം 2023 ഇതിൽ വരുന്ന നമ്മുടെ സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന വിഷയത്തിൽ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുകയാണെങ്കിൽ ഹിസ്റ്ററിയിൽ നിന്ന് വരുന്നൊരു ക്വസ്റ്റ്യനാണ്. പ്ലാസി യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലാണ്? അപ്പോൾ ആരൊക്കെ തമ്മിലാണ് പ്ലാസി യുദ്ധം നടന്നിട്ടുള്ളത്? ഓക്കെ, വളരെ സിമ്പിളായ ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഒന്ന് ബ്രിട്ടീഷുകാരും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആൻഡ് സിറാജ് ഉദ്ദൗള. നെക്സ്റ്റ് വൺ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഷാ ആലം സെക്കൻഡ്. നെക്സ്റ്റ് വൺ ബ്രിട്ടീഷുകാരും മിർ ഖാസിം. മറ്റൊന്ന് ബ്രിട്ടീഷുകാരും ഷുജാ ഉദ്ദൗള. ഓക്കെ, ഇതൊക്കെ കുറച്ച് രാജാക്കന്മാരുടെ പേരാണ്. ഓക്കെ, ഇതിൽ ആൻസർ വരുന്നത് 1757 1757 പ്ലാസി വാർ, ബാറ്റിൽ ഓഫ് പ്ലാസി നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ, ബ്രിട്ടീഷുകാരും സിറാജ് ഉദ്ദൗള. അപ്പോൾ അവിടുത്തെ ദിവാനായിരുന്നു ആര്? നമ്മുടെ സിറാജ് ഉദ്ദൗള. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ജിയോഗ്രഫി ഭാഗത്തിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഏത് ശാസ്ത്ര മേഖലയാണ് കാർട്ടോഗ്രാഫി? കേട്ടോ, എക്സാമിന് ചോദിക്കാറുണ്ട്. കാർട്ടോഗ്രാഫി ഏത് ശാസ്ത്രശാഖയാണ് കാർട്ടോഗ്രാഫി എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഓക്കെ, കാർട്ടോഗ്രാഫി. അപ്പോൾ ഇതിൽ മണ്ണിനെ കുറിച്ചുള്ള പഠനം എന്ന് പറയുന്നത് മണ്ണിനെക്കുറിച്ച് അല്ലേ, സോയിൽ. മറ്റൊന്ന് മൃഗങ്ങളെക്കുറിച്ച്, എനിമൽസിനെ കുറിച്ച്. ഭൂപടശാസ്ത്രം അല്ലേ, ഭൂപടങ്ങളെ മാപ്പിനെ കുറിച്ചിട്ട്. മറ്റൊന്ന് ഭൗമശാസ്ത്രം അല്ലേ. അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് എന്താണ്? ഭൂപടശാസ്ത്രമാണ് കേട്ടോ. ഭൂപടം, മാപ്സിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന കാര്യത്തെയാണ് നമ്മളെന്ത് പറയാം? കാർട്ടോഗ്രഫി എന്ന് പറയാം. ഓക്കെ, കാർട്ടോഗ്രഫി എന്ന് പറഞ്ഞാൽ മാപ്സ് അല്ലേ, ഭൂപടങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്നതിനെയാണ് കാർട്ടോഗ്രഫി എന്ന് പറയാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് എൻ്റെ ഹിസ്റ്ററിയിൽ വരുന്നൊരു ക്വസ്റ്റ്യനാണ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യനാണ്. അപ്പം എന്ത് ചെയ്യാം, നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഫോളോ ചെയ്യണം. ഓക്കെ, അപ്പോൾ നവോത്ഥാന നായകനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ എല്ലാ മതങ്ങളും ഒന്നാണ് എന്ന പൊതു സന്ദേശം പ്രചരിപ്പിക്കേണ്ടായി. എല്ലാ മതവും, എല്ലാ റിലീജനും, എല്ലാ കാസ്റ്റും, എല്ലാ കാര്യങ്ങളും എന്താണ്, റിലീജനൊക്കെ എന്താണ്, ഈക്വലാണ്, ഒന്നാണെന്ന് പറയേണ്ടായി. മറ്റൊന്ന് ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ്, ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവാണ്. ഓക്കെ, ഫൗണ്ടർ ഓഫ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ഇദ്ദേഹമാണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഓപ്ഷൻ എ സ്വാമി ദയാനന്ദ സരസ്വതി, ഓപ്ഷൻ ബി രാജാറാം മോഹൻ റോയ്, ഓപ്ഷൻ സി സ്വാമി വിവേകാനന്ദ കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ ഡി ജ്യോതി റാവു ഫുലെ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഓപ്ഷൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക, എല്ലാ മതങ്ങളും, എല്ലാ റിലീജനും ഈക്വലാണെന്ന് പറയേണ്ടായി. ഫാദർ ഓഫ് ബ്രഹ്മസമാജം, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ്, ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവാണെന്ന് പറയേണ്ടായി. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ആരാണ്? നമ്മുടെ രാജാറാം മോഹൻ റോയ് ആണ്. ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ വീണ്ടും ഹിസ്റ്ററിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. പാർട്ടീഷൻ ഓഫ് ബംഗാൾ 1905 ബ്രിട്ടീഷുകാർ ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്ത് ബംഗാളിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്ടായി, വിഭജിക്കുകയുണ്ടായി. ഓക്കെ, ബംഗാൾ പാർട്ടീഷൻ നടത്തിയ വൈസ്രോയുടെ പേരെന്താണെന്നാണ് ചോദിച്ചത്. ബംഗാൾ പാർട്ടീഷൻ 1905 ബംഗാൾ വിഭജനം നടത്തിയിട്ടുള്ള വൈസ്രോയുടെ പേര് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ വില്യം ബെൻഡ്രിക് പ്രഭു, ഓപ്ഷൻ ബി വെല്ലസ്ലി പ്രഭു, ഓപ്ഷൻ സി ക്ലാഡ് കഴ്സൺ, ഓപ്ഷൻ ഡി റിപ്പൺ പ്രഭു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ് മക്കളെ, ഓപ്ഷൻ സി ആണ്. കഴ്സൺ പ്രഭുവാണെന്ത് ഇതിൻ്റെ ആൻസർ വരുന്നത്. ലോർഡ് കഴ്സൺ ആണ് 1905 നടന്നിട്ടുള്ള ബംഗാൾ പാർട്ടീഷൻ്റെ മുഖ്യ സൂത്രധാരൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വീണ്ടും ജിയോഗ്രഫി അല്ലേ, ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഭൂപ്രകൃതിയും പാറകളും മണ്ണും അടങ്ങിയ ഭൂമിയുടെ ഗരഭാഗത്ത്, അപ്പോൾ ഭൂപ്രകൃതി അല്ല, ജിയോഗ്രഫിക്കൽ കണ്ടീഷൻ, പാറകളും മണ്ണും അടങ്ങിയ ഭൂമിയുടെ ഗരഭാഗത്തെ എന്താണ് വിളിക്കുന്നത്? ഈ ഓപ്ഷനിൽ എന്ത് കാര്യമാണ് പറയുന്നത്? ഓക്കെ, ഒന്ന് ഓപ്ഷൻ എ ശിലാമണ്ഡലം കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ ബി വായുമണ്ഡലം കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ സി ജലമണ്ഡലം കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ ഡി ജൈവമണ്ഡലവും കൊടുത്തിട്ടുണ്ട്. ഓക്കെ,
ശ്രദ്ധിക്കുക, ഭൂപ്രകൃതിയും പാറകളും മണ്ണും, ഭൂപ്രകൃതി പാറകളും മണ്ണും ചേർന്ന ഈ ഭൂവിഭാഗത്തെ നമ്മൾ പൊതുവെ വായുമണ്ഡലമെന്നോ ജലമണ്ഡലമെന്നോ ജൈവമണ്ഡലം എന്നും പറയുന്നില്ല. ഇതിനെ നമ്മൾ ശിലാമണ്ഡലം എന്നാണ് പറയാറ്. ഓക്കെ, ശിലാമണ്ഡലം എന്നാണ് പറയാറ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ലോകത്തിൻ്റെ പുരോഗതിയിലേക്ക്. അപ്പോൾ ലോകത്തിൻ്റെ പുരോഗതി ഡെവലപ്മെൻറ്റിൽ നയിച്ച വ്യാവസായിക വിപ്ലവം, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, വ്യാവസായിക വിപ്ലവം 18-ാം നൂറ്റാണ്ടിലാണ് സംഭവം നടക്കുന്നത്. ഗ്രേറ്റ് ബ്രിട്ടൻ, ഇംഗ്ലണ്ടിലാണ് സംഭവം നടക്കുന്നത്. ഓക്കെ, വ്യാവസായിക രംഗത്തുണ്ടായിട്ടുള്ള മാറ്റമാണ്, ഒരു ട്രാൻസിഷൻ പീരീഡ് ആണെന്നൊക്കെ പറയാറുണ്ട് അല്ലേ. ഒരുപാട് മെഷീൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുകയാണെങ്കിൽ ലോകത്തിൻ്റെ പുരോഗതിയിലേക്ക് നയിച്ച വ്യാവസായിക വിപ്ലവത്തിന് ഇടയാക്കിയിട്ടുള്ള സാഹചര്യങ്ങൾ ഏതാണെന്നാണ് ചോദിച്ചത്. ഒന്ന്, യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തം, ഗതാഗത യന്ത്രങ്ങളിലെ ഒരുപാട് മെഷീൻസിൻ്റെ ഇൻവെൻഷൻസ്, മറ്റൊന്ന് ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങൾ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ സൗകര്യങ്ങൾ, ഉൽപ്പാദന വിതരണ രംഗത്തുണ്ടായ മാറ്റങ്ങൾ, പിന്നെന്താണ് ഓൾ ഈസ് എബോ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവയെല്ലാം ഒന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാം എന്താണ്? യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തമുണ്ട് അല്ലേ. ഒരുപാട് മെഷീൻസ് വരുന്നുണ്ട് അല്ലേ. സ്റ്റീം എഞ്ചിനൊക്കെ വരുന്നത്, പിന്നെ അതുപോലെ തന്നെ ലോക്കോമോട്ടീവ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ വരുന്നത്, ഫ്ലൈയിങ് ഷട്ടിൽ ഒക്കെ വരുന്ന ഏത് പീരീഡിലാണ്? നമ്മുടെ വ്യവസായ വിപ്ലവത്തിൻ്റെ കാലഘട്ടത്തിലാണ്. അപ്പോൾ ഗതാഗത വാർത്താവിനിമയ രംഗത്തുണ്ടായ മാറ്റങ്ങൾ, ഉൽപ്പാദനം അല്ലെ, ഡിസ്ട്രിബ്യൂഷനിലും പ്രൊഡക്ഷനിലൊക്കെ ഉണ്ടായ ഒരുപാട് മാറ്റങ്ങൾ എന്താണ്? നമ്മുടെ ഏത് പീരീഡിലാണ്? നമ്മുടെ വ്യാവസായിക വിപ്ലവ കാലഘട്ടത്തിലാണ്. ഓക്കെ, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ പീരീഡിൽ ഇതിൻ്റെ ഭാഗമായിട്ടാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളതാണ്, മക്കളെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്നതിന് ജനങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് വേലുത്തമ്പി ദളവ കുണ്ടറ പ്രൊക്ലമേഷൻ നടത്തുകയുണ്ടായി. ഓക്കെ, അപ്പോൾ അയാൾ മൂപ്പര് എവിടെയായിരുന്നു? ട്രാവൻകൂറിലെ ഒരു ദിവാനായിരുന്നു. നമ്മുടെ ഈ വേലുത്തമ്പി ദളവ എന്ന് പറയുന്നത്. അപ്പോൾ മൂപ്പര് കൊണ്ടുവന്നിട്ടുള്ള ആ പ്രൊക്ലമേഷൻ ഏത് വർഷമാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ ഒന്നും പറയുന്നില്ല. ആൻസർ വരുന്നത് 1809 കേട്ടോ. 1809 കുണ്ടറ വിളംബരം നടന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയ യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടാത്തത് ഏതാണ്? ഓക്കെ, കച്ചവടത്തിന് വേണ്ടിയിട്ട് ഒരുപാട് യൂറോപ്യൻസ് എന്താണ് ഇന്ത്യയിലേക്ക് വരികയുണ്ടായി അല്ലേ. അപ്പം അതിൽ പെടാത്ത ഏതെങ്കിലും കാര്യം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഇംഗ്ലീഷുകാർ, ബ്രിട്ടീഷുകാർ പറയുന്നുണ്ട്, ഉണ്ട്. ഓക്കെ, ഫ്രാൻസുകാർ വന്നിട്ടുണ്ട്, ഉണ്ട്. ദെൻ നെതർലൻഡ് രാജ്യം മനസ്സിലായോ? ഡച്ചുകാർ കേട്ടോ, വന്നിട്ടുണ്ട്. അയർലൻഡ്, അപ്പോൾ അയർലൻഡാണെന്ത് തെറ്റായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഉൾപ്പെടാത്തത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അടുത്ത ക്വസ്റ്റ്യൻ ആണ് ദേശീയ ജലദിനമായിട്ട്. ഓക്കെ, ഏതെങ്കിലും ഒരു ഡേനെ കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ, അത് മറന്നുകൊണ്ട് പഠിക്കണം. അപ്പോൾ ദേശീയ ജലദിനമായി ആചരിക്കുന്നത് എന്നാണ് ദേശീയ ജലദിനം? വേൾഡ് വാട്ടേഴ്സ് ഡേ. അപ്പോൾ ആൻസർ ഇത്രേ ഉള്ളൂ, മാർച്ച് 22 മാർച്ച് 22 നമ്മുടെ ദേശീയ ജലദിനം, വാട്ടേഴ്സ് ഡേ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു കോട്ടാണ്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ ഭരിക്കുന്നതാണ് ഡെമോക്രസി, ജനാധിപത്യം എന്ന് പറയുന്നത്. ഇത് ആരുടെ വാക്കുകളാണെന്നാണ് ചോദിച്ചത്. അപ്പം മഹാത്മാഗാന്ധി കൊടുത്തിട്ടുണ്ട്, എബ്രഹാം ലിങ്കൺ കൊടുത്തിട്ടുണ്ട്, അമർത്യാസൻ കൊടുത്തിട്ടുണ്ട്, മറ്റൊന്ന് നെൽസൺ മണ്ടേല കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻസ് ഇതാണ്: മഹാത്മാഗാന്ധി, എബ്രഹാം ലിങ്കൺ, അമർത്യാസൻ, നെൽസൺ മണ്ടേല. അപ്പോൾ ആൻസർ വരുന്നത് ആരാണ്? അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള എബ്രഹാം ലിങ്കൻ്റെ വാക്കുകളാണെന്ത്? നമ്മുടെ ഡെമോക്രസി അല്ലേ. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ ഭരിക്കുന്നതാണെന്ത്? ജനാധിപത്യം അല്ലെങ്കിൽ ഡെമോക്രസി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചത്. കൂട്ടത്തിൽ പെടാത്തത് അന്നപൂർണ്ണ, ഒരുപാട് ഗവൺമെൻറ് പദ്ധതികളാണ് അല്ലേ. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി, തൊഴിൽ പ്രദാനം ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് എന്താണ് ഗവൺമെൻറ്, ഒരു പോവർട്ടിയൊക്കെ എന്താണ് കുറയ്ക്കാൻ, ഡിക്രീസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് എന്താണ് നമ്മുടെ ഗവൺമെൻറ്, അതാത് സമയത്തുള്ള ഗവൺമെൻറ്റുകൾ ഒരുപാട് പദ്ധതികൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരികയുണ്ടായി. അതെന്താണ്? അന്നപൂർണ്ണ, അന്ത്യോദയ അന്ന യോജന, സംയോജിത ശിശു വികസന പരിപാടി, തൊഴിലുറപ്പ് പദ്ധതി. ഓക്കെ, MGNREGP ഒക്കെ പറഞ്ഞു. അപ്പോൾ ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് അല്ലേ, ഏതാണ് കൂട്ടത്തിൽ പെടാത്ത കാര്യം? ഇതിൽ ഓപ്ഷൻ സി, സംയോജിത ശിശു വികസന പരിപാടിയാണത് ഇതിൽ പെടാത്തത്. ഓക്കെ,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായി നിരാഹാര സത്യാഗ്രഹം അല്ലേ ഗാന്ധിജി അല്ലേ നമ്മുടെ മഹാത്മാഗാന്ധി ഇന്ത്യയിൽ ആദ്യമായിട്ട് നിരാഹാര സത്യാഗ്രഹം നടത്തിയിട്ടുള്ള സ്ഥലം എവിടെയാണ് അല്ലെങ്കിൽ വർഷം ആണ് ചോദിച്ചിട്ടുള്ളത് സംഭവം ഇതാണ് അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്ക് അഹമ്മദാബാദ് തുണിൽ മിൽ സമരത്തിന് വേണ്ടിയിട്ടാണ് ഗാന്ധിജി ആദ്യമായി എന്ത് നിരാഹാര സത്യാഗ്രഹം നടക്കുന്നത് അപ്പോൾ അത് 1918 സംഭവം നടക്കുന്നത് ഓക്കെ മറ്റൊരു കാര്യം കച്ചവട ആവശ്യത്തിന് വേണ്ടി ഇന്ത്യയിലെത്തിയ യൂറോപ്യന്മാർ ക്രമം അനുസരിച്ച് എഴുതിയതാണ് ഓക്കെ ഇത്രയൊരു സംഭവമുള്ളൂ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ ഇന്ത്യയിലേക്ക് വന്ന യൂറോപ്യന്മാരെ കുറിച്ചിട്ടുള്ള ഓപ്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് അപ്പോൾ സംഭവം ഇത്രേ ഉള്ളൂ ആരാണ് ഇത് ക്രമത്തിൽ പറയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത് കറക്റ്റായിട്ട് ആരൊക്കെയാണ് ആദ്യം വന്നത് സെക്കൻഡ് ആരാ വന്നത് മൂന്നാമത് ആരാ വന്നത് നാലാമത് ആരാണ് ഇന്ത്യയിലേക്ക് വന്നത് ഓക്കെ അപ്പോൾ ഓപ്ഷൻ എ പറയുന്നത് ഫ്രഞ്ചുകാർ പോർച്ചുഗീസുകാർ ഡച്ചുകാർ ഇംഗ്ലീഷുകാർ ഫ്രഞ്ചുകാർ ദെൻ ഓപ്ഷൻ ബി പറയുന്നത് പോർച്ചുഗീസുകാർ ഇംഗ്ലീഷുകാർ ഫ്രഞ്ചുകാർ ഡച്ചുകാർ ഓക്കെ ഓപ്ഷൻ സി പറയുന്നതോ പോർച്ചുഗീസുകാരുണ്ട് ഫ്രഞ്ചുകാരാണ് പിന്നെ വന്നത് പിന്നെ ഇംഗ്ലീഷുകാർ വന്നു പിന്നെ ഡച്ചുകാർ വന്നു ഓപ്ഷൻ ഡി പറയുന്നതോ ഇംഗ്ലീഷുകാർ ആദ്യം വന്നത് പിന്നെ ഫ്രഞ്ചുകാർ വന്ന് അതിനുശേഷം ഡച്ചുകാർ വന്ന് പിന്നെ പോർച്ചുഗീസുകാരാണ് വന്നത് ഓക്കെ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ് ആദ്യം വന്നത് പോർച്ചുഗീസുകാരാണ് നമ്മൾ വാസ്കോ ഡി ഗാമൻ്റെ കാര്യം പറഞ്ഞതാണ് പോർച്ചുഗീസുകാരാണ് ഓക്കെ പിന്നെ വന്നത് ആരാണ് ഡച്ചുകാരാണ് പിന്നെ ഇംഗ്ലീഷുകാരാണ് വന്നത് ഓക്കെ പിന്നെ ഫ്രഞ്ചുകാരാണ് വന്നത് അപ്പോൾ ഓപ്ഷൻ എ ആണെന്ത് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓക്കെ ഇന്ത്യയിലെ ആദ്യത്തെ ജിയോ തെർമൽ പവർ പ്രൊജക്ട്സ് സ്ഥാപിതമാകുന്ന സ്ഥലം ഏതാണെന്നാണ് ചോദിച്ചത് ഇന്ത്യയിലെ ആദ്യത്തെ ജിയോ തെർമൽ പവർ പ്രൊജക്ട് ഓക്കെ ഇതിൻ്റെ ഓപ്ഷൻ ബി ആണ് ലഡാക്കാണ് ഇതിൻ്റെ ആൻസർ വരുന്നത് കേട്ടോ ലഡാക്ക് ഒരു പ്രീവിയസ് ആയുള്ള ക്വസ്റ്റ്യനാണ് ലഡാക്കാണ് ആൻസർ താഴെ തന്നിരിക്കുന്നതിൽ ഏത് പ്രദേശമാണ് ദത്തവകാശം അല്ലേ ഡോക്ട്രിൻ ഇൻ ലാബ്സ് അല്ലേ ദത്തവകാശ നിരോധന നിയമപ്രകാരം ഡോക്ട്രിൻ ഓഫ് ലാബ്സ് പ്രകാരം നിയമത്തിലൂടെ ബ്രിട്ടീഷുകാർ ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത ഏത് സ്ഥലമാണെന്നാണ് ചോദിച്ചത് ഓപ്ഷൻ എ പറയുന്നത് തഞ്ചാവൂർ തമിഴ്നാട്ടിലെ തഞ്ചാവൂരാണ് ഓപ്ഷൻ ബി പറഞ്ഞത് മലബാറാണ് ഓപ്ഷൻ സി താൻസി ഓപ്ഷൻ ഡി ഹൈദരാബാദ് അപ്പോൾ ഇതിലേതാണ് ഡോക്ട്രിൻ ഓഫ് ലാബ്സ് അല്ലേ ദത്തവകാശ നിരോധന നിയമപ്രകാരം ഇന്ത്യയുമായി കൂട്ടിച്ചേർത്തത് അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി എന്താണ് താൻസിയാണ് താൻസിയാണ് നെക്സ്റ്റ് വൺ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിന് പെട്ടെന്ന് ഇമീഡിയറ്റ് ആയിട്ട് ഉണ്ടായിട്ടുള്ള കാരണം എന്താണെന്ന് ചോദിച്ചത് അപ്പോൾ 1857 റിവോൾട്ട് 1857 കലാപത്തിന് ഇമീഡിയറ്റ് ആയിട്ടുള്ള റീസൺ എന്താണ് പെട്ടെന്ന് ഉണ്ടാവാനുള്ള കാരണം എന്താണ് ഒന്നെന്താണ് തുച്ഛമായിട്ടുള്ള സാലറി അല്ലേ ഇവരുടെ വേജ് പ്രോബ്ലം അടിമകളോട് എന്ന പോലെയുള്ള പെരുമാറ്റം അല്ലേ സ്ലേവ് അടിമകളെ പോലെയാണെന്ത് ബ്രിട്ടീഷ് ഗവൺമെൻറ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലെ സാധാരണക്കാരോട് പെരുമാറുന്നത് മറ്റൊന്ന് പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് അല്ലേ മറ്റൊന്ന് ദീർഘനേരമുള്ള ജോലി അപ്പോൾ ആൻസർ എന്ന് പറയുകയാണെങ്കിൽ എന്താണ് 1857 ഗരഖ്പൂറിൽ അല്ലേ കലാപത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ് പുതിയൊരു തോക്ക് കണ്ടുപിടിക്കുകയുണ്ടായില്ലേ അപ്പോൾ അതിന് അവർ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് പുരട്ടിയ തിര ഉപയോഗിക്കുകയുണ്ടായി അല്ലേ അപ്പോൾ ഇതാണെന്ത് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ നെക്സ്റ്റ് വൺ ഫിലാറ്റലി എന്ന പഠനവുമായി ബന്ധപ്പെട്ട് ഫിലാറ്റലി അല്ലേ കാർട്ടോഗ്രാഫി നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ ഫിലാറ്റലി എന്നത് എന്തിൻ്റെ പഠനവുമായി ബന്ധപ്പെടുന്നതാണ് ഓക്കെ ഇവിടെ ഫോട്ടോ തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ഇത് സ്റ്റാമ്പുകളുമാണ് നാണയങ്ങൾ ന്യൂമിസ്മാറ്റിക്സ് അല്ലേ സിമ്പിളാണ് ന്യൂമിസ്മാറ്റിക്സ് എന്ന് പറയുന്ന നാണയങ്ങളാണ് സ്റ്റാമ്പുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഫിലാറ്റലിയാണ് ഇതിൻ്റെ ആൻസർ വരുന്നത് എന്താണ് ഫിലാറ്റലിയാണ് കേട്ടോ ഇതിൻ്റെ ആൻസർ വരുന്നത് ഫിലാറ്റലിയാണ് എന്ത് സ്റ്റാമ്പുകളെ കുറിച്ചുള്ള പഠനമാണ് എന്ത് ഫിലാറ്റലി എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ ഭൂമിയിൽ ജലം കാണപ്പെടുന്നത് ഏതെല്ലാം രൂപത്തിലാണ് അല്ലേ ഇപ്പോൾ ഏതെല്ലാം രൂപത്തിലാണത് ഭൂമിയിൽ ജലം കാണപ്പെടുന്നത് മുകളിൽ പറയുന്നവയെല്ലാം ഉണ്ട് അല്ലേ ദ്രാവകാവസ്ഥയിലുണ്ട് ഖരാവസ്ഥയിലുണ്ട് നീരാവിയായിട്ടുണ്ട് ഓക്കെ ഓപ്ഷൻ ഡി ഓക്കെ നെക്സ്റ്റ് ഭൂമിയിൽ മനുഷ്യന് ഉപയോഗിക്കാൻ ലഭ്യമായ ശുദ്ധജലത്തിൻ്റെ അളവ് ഓക്കെ ശുദ്ധജലത്തിൻ്റെ അളവ് എത്രയാണെന്ന് ചോദിക്കുന്നത് ഓക്കെ ശുദ്ധജലം അപ്പോൾ എത്രയാണ് അപ്പം 1% താഴെയാണെന്ത്
ഭൂമിയിൽ മനുഷ്യന് ഉപയോഗിക്കാൻ ലഭ്യമായ ശുദ്ധജലത്തിൻ്റെ അളവ് എത്രയാണ്? 1% താഴെയാണ്. ഓക്കെ. മറ്റൊന്ന് ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഇന്ത്യയെ കണ്ടെത്തൽ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണെന്നാണ് ചോദിക്കുന്നത്. ഇന്ത്യയെ കണ്ടെത്തൽ, ഡിസ്കവറി ഓഫ് ഇന്ത്യ. ഓപ്ഷൻ എ പറയുന്നത് ജവഹർലാൽ നെഹ്റു പറയുന്നുണ്ട്. ഓപ്ഷൻ ബി മഹാത്മാഗാന്ധി, MK ഗാന്ധി. ഓപ്ഷൻ സി രവീന്ദ്രനാഥ് ടാഗോർ. ഓപ്ഷൻ ഡി ഗോപാൽ കൃഷ്ണ ഗോഖലെ. ഓക്കെ. അപ്പോൾ ഇന്ത്യയെ കണ്ടെത്തൽ, ഡിസ്കവറി ഓഫ് ഇന്ത്യ ആരുടെ കൃതിയാണ്? നമ്മുടെ ചാച്ചാജി അല്ലേ? ആരാണ്? നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ കൃതിയാണെന്ത്? ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഇന്ത്യയെ കണ്ടെത്തൽ എന്ന് പറയുന്ന കൃതി. ഓക്കെ. നെക്സ്റ്റ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INC 1885 ഡിസംബർ 31 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INC എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ്? INCയുടെ ആദ്യ പ്രസിഡന്റ് ആരാണ്? A. Ho Hum, അലൻ ഒക്ടോവിയൻ ഹ്യൂം ആണ്. അപ്പോൾ INC എന്ന് പറയുന്ന പേര് നിർദ്ദേശിച്ചത്, റെക്കമെൻഡ് ചെയ്ത ആളെ പേരെന്താണ്? ഓപ്ഷൻ സി ആണ്, ദാദാഭായ് നവറോജി. അപ്പോൾ ദാദാഭായ് നവറോജി ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവാണ്. ആര്? നമ്മുടെ ദാദാഭായ് നവറോജി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തിരുവിതാംകൂറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടത്തിന് നേതൃത്വം നൽകിയത് ആര്? ട്രാവൻകൂറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത ആരാന്ന് ചോദിച്ചത് തിരുവിതാംകൂറാണ്. കൊച്ചി മലബാറും അല്ല, തിരുവിതാംകൂറാണ്. അപ്പോൾ ആൻസർ ഇവിടെ ഓപ്ഷൻ എ വരുന്നത് പഴശ്ശിരാജ പറയുന്നുണ്ട്. ഓപ്ഷൻ ബി പാലിയത്തച്ഛൻ പറയുന്നുണ്ട്. ഓപ്ഷൻ സി വേലുത്തമ്പി ദളവ. ഓപ്ഷൻ ഡി കുഞ്ഞാലി മരയ്ക്കർ. പഴശ്ശിരാജ മലബാറിലാണ്, പാലിയത്തച്ഛൻ എവിടെയാണ്? കൊച്ചിയിലാണ്. വേലുത്തമ്പി ദളവ എവിടെയാണ്? തിരുവിതാംകൂറിലാണ്. അപ്പോൾ ആൻസർ വരുന്നത് എന്താണ്? നമ്മുടെ വേലുത്തമ്പി ദളവയാണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷുകാർക്കെതിരായ പോരാട്ടത്തിൽ വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് ഒളിപ്പോര് നടത്തിയിട്ടുള്ള പഴശ്ശിരാജയെ സഹായിച്ച ഗോത്രജന വിഭാഗം ഏതാണെന്നാണ് ചോദിച്ചത്. സാന്താൾമാർ 2 പറയുന്നുണ്ട്, ഭീലുകൾ ഒരു ഓപ്ഷനിൽ പറയുന്നുണ്ട്, സി ഓപ്ഷനിൽ കുറിച്യർ എന്ന് പറയുന്നുണ്ട്, ഡിയിൽ കോളുകൾ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പഴശ്ശിരാജയെ സഹായിച്ചിട്ടുള്ള ഗോത്രജനവിഭാഗം, ട്രൈബൽ ഗ്രൂപ്പ് ഏതാണ്? കുറിച്യറാണ് കേട്ടോ, കുറിച്യറാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിവിധ മേഖലകളിൽ ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ, എക്കണോമിക്കൽ ആക്ടിവിറ്റീസിനെ വർഗീകരിക്കുന്ന സ്ഥാപനം ഏതാണെന്ന്? വിവിധ മേഖലകളിൽ ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളെ, എക്കണോമിക്കൽ ആക്ടിവിറ്റീസിനെ വർഗീകരിക്കുന്ന സ്ഥാപനം ഏതാണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ COS പറയുന്നുണ്ട്. ഓപ്ഷൻ ബി CSO എന്ന് പറയുന്നുണ്ട്. ഓപ്ഷൻ സി CIS പറയുന്നുണ്ട്. ഓപ്ഷൻ ഡി ISI. ഓക്കെ. അപ്പോൾ ആൻസർ വരുന്നത് എന്തായിരിക്കും? ഓപ്ഷൻ ബി ആണ്, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ് കേട്ടോ, ഓർഗനൈസേഷൻ ഓർ ഓഫീസ്. ഓക്കെ. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ശ്രീരംഗപട്ടണം ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം, അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. മൈസൂർ വാറൊക്കെയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ശ്രീരംഗപട്ടണം ഉടമ്പടിയിലൂടെ ഏത് പ്രദേശമാണ് ബ്രിട്ടീഷ് ഭരണത്തിൽ കീഴിലായത്? അപ്പോൾ ശ്രീരംഗപട്ടണം ട്രീറ്റിയുമായി ബന്ധപ്പെട്ട് ഏത് റീജിയനാണ് ബ്രിട്ടീഷുകാരുടെ കയ്യിലായിട്ട് മാറിയത്? ഓക്കെ. അപ്പോൾ ഓപ്ഷൻ വരുന്നത് മൈസൂർ പറയുന്നുണ്ട്, മലബാർ പറയുന്നുണ്ട്, കൂർഗ് പറയുന്നുണ്ട്, മറാത്ത പറയുന്നുണ്ട്. അപ്പോൾ ആൻസർ മലബാർ, ഓപ്ഷൻ ബി ആണെന്ത്, മലബാർ റീജിയൻ ആണെന്ത് ശ്രീരംഗപട്ടണം ട്രീറ്റിയുടെ ഭാഗമായിട്ട് എന്താണ് ബ്രിട്ടീഷുകാരെതിരെ മൈസൂർ രാജാവായിട്ടുള്ള നമ്മുടെ ടിപ്പു സുൽത്താൻ്റെ കയ്യിൽ നിന്നും ആരുടെ കയ്യിലായാലും ബ്രിട്ടീഷുകാരുടെ കയ്യിലായ പ്രദേശമാണെന്ത്, മലബാർ. ഇത് ട്രീറ്റിയാണ്, ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം. ഓക്കെ. അപ്പോൾ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തു. ഓക്കെ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ പ്രീവിയസ് ആയിട്ട് ചോദിച്ച USSൻ്റെ ഒരു സോഷ്യൽ സയൻസിൽ വരുന്ന ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, നല്ല രീതിയിൽ എന്ത് ചെയ്യുക, എക്സാമിന് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ. അപ്പോൾ സോഷ്യൽ സയൻസിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. നിങ്ങൾക്ക് നല്ല വായനയിലൂടെ, നല്ല പ്രിപ്പറേഷനിലൂടെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും വിഷ് യു ഓൾ ദി ബെസ്റ്റ്.